ധന്യനായ കർത്താവിന്റെ മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പോൾ ദാവീദിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഇസ്രായേലിനെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പോൾ ആർക്കാണ് ഈ രക്ഷിതാവിനെ കൊടുത്തത്? ഇസ്രായേലിനാണ് രക്ഷിതാവിനെ കൊടുത്തത്. പിന്നെ എങ്ങനെ അത് മുഴുവൻ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായി തീർന്നു എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അളവറ്റ മഹാത്മ്യം. അതിൽ കൂടെയാണ് വെളിപ്പെടുന്നത്. മാനവജാതിയുടെ മുഴുവൻ രക്ഷകനായി തീർന്ന യേശു. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുന്നു, ശൗലിനെ നീക്കി കളഞ്ഞിട്ട് 40 ആണ്ടേക്ക് കീശിന്റെ മകനായ ശൗലിനെ അവർക്ക് രാജാവായി കൊടുത്തു. അതിനുശേഷം അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദ് എന്റെ ഇഷ്ടം എല്ലാം ചെയ്യും എന്നാണ് അവനെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നത്. ഇശായി പുത്രനായിരിക്കുന്ന ദാവീദിനെ കുറിച്ച് യാഹാം ദൈവം പിതാവാം ദൈവം സാക്ഷ്യം പറയുന്നു, ഇശായിയുടെ പുത്രൻ എന്റെ ഇഷ്ടം എല്ലാം ചെയ്യും. അങ്ങനെ തന്നെയായിരുന്നു. ദാവീദ് കർത്താവിന്റെ ഇഷ്ടമാണ് എല്ലാം ചെയ്തത്. അതിനപ്പുറവും ഇപ്പുറവും ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ തൻ്റെ ഗോത്രത്തിൽ നിന്ന്, തൻ്റെ സന്തതിയിൽ നിന്ന് ഉരുവായി വന്ന, അതായത് മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള, യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ മനുഷ്യാവതാരത്തിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച യേശുവും പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി. അപ്പോൾ യേശുവിൽ കൂടി ജനിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിതാക്കന്മാർ എന്താണ് ചെയ്തു വന്ന കാലാകാലങ്ങളിൽ അത് നമ്മുടെയും ജീവിതത്തിൽ നിറവേറണം. എങ്കിൽ മാത്രമേ യേശു ആരാകുന്നുള്ളൂ, നമുക്ക് ദൈവവും കർത്താവും അല്ലെങ്കിൽ പിതാവുമായി തീർന്നുള്ളൂ. അതായത് ഇശായിയുടെ മകനായ ദാവീദ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവും ആ പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടം മുഴുവൻ നിറവേറ്റുവാൻ്റെ കൊണ്ടവനെയാണ്. ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്നു, അനുസരിക്കാതിരുന്ന ശൗലിനെ നീക്കി കളയുവാൻ്റെ കൊണ്ടവിടെയായി. ദാവീദിന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടില്ല എന്നല്ല, കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ കഷ്ടതയുടെ ഒരു നാളിൽ പോലും ദൈവത്തെ വിട്ട് താൻ ദൈവത്തിന് എഗനിസ്റ്റായിട്ട് അനുസരണക്കേട് കാണിച്ചായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. ക്രിസ്തുവും തന്റെ ക്രൂശിലെ മരണത്തോളം തന്നെ, അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം അവൻ പിതാവാം ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും ഏറ്റവും മേലായ നാമം നൽകി, സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അനുസരണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കഴിഞ്ഞ ഒരു സ്നേഹ സന്ദേശത്തിൽ അതേ പദം തന്നെ പരിശുദ്ധാത്മാവിനിക്കുന്ന അനുസരിക്കുക പൂർണ്ണമായും. അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച്, അബ്രഹാം ദൈവത്തെ അനുസരിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, അബ്രഹാമിന് ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് അവന് വേണ്ടതൊന്നിനെ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി എന്നെ അവൻ അനുസരിക്കുമോ എന്നുള്ളതാണ് ദൈവം പരീക്ഷിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ കണ്ണുനീരൊഴുക്കി ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ചിലത് പ്രാപിച്ചു കഴിയുമ്പോൾ വീണ്ടും അവൻ എന്നോട് പറ്റിച്ചേർന്നിരിക്കുമോ, എന്നെ അനുസരിക്കുമോ എന്നുള്ളതിന്റെ ഒരു പരിശോധനയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ദാവീദ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് അവന്റെ ഇഷ്ടം ചെയ്തു. കർത്താവും ദാവീദിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവും അവന്റെ മനുഷ്യാവതാരത്തിങ്കൽ എന്ത് ചെയ്തു? പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിന് ശേഷം വരുന്ന യോഹന്നാൻ സ്നാപകനാകട്ടെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർ ആകട്ടെ, എല്ലാവരും കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോയി എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ആവശ്യമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ ഇഷ്ടം എന്താണ്? കർത്താവിന് നിന്റെ മേലുള്ള ഇഷ്ടം എന്താണ്? നിന്നെ കുറിച്ച് കർത്താവ് എന്താണ് നിന്നെ കുറിച്ച്?
കഷ്ടം സഹിക്കണമെന്നാണോ കർത്താവിന്റെ ഇഷ്ടം? അല്ല, ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കണമെന്നാണോ ദൈവത്തിന്റെ ഇഷ്ടം? എന്താണ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുമുള്ള ദൈവിക ഇഷ്ടമെന്ന് നമ്മളെ ശരിക്കും ആരായറിയേണ്ടത് ആവശ്യമാണ്. ദൈവവിഷ്ടം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിറുപിറുപ്പില്ലാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? പിറുപിറുപ്പുണ്ടായി പോകും. അത് എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവ ഇഷ്ടമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നാം മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ആ വിഷയത്തിൽ എന്തില്ല? പരാതിയില്ല, പരിഭവമില്ല, പിറുപിറുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടതും ആരായേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്താണ് എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം? എന്തിനാണ് എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് എനിക്ക് മരണത്തിൽ നിന്നും നീക്കുപോക്കുകൾ നൽകിയിരിക്കുന്നത്? എന്തുകൊണ്ട് എന്റെ കാലിനെ ദൈവം വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു? എന്തിനെന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്ന് ദൈവം വിടുവിക്കുന്നു? എന്തിന് മരണത്തിലുള്ള നീക്കുപോക്കുകൾ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു? എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ഇന്നും നിർത്തിയിരിക്കുന്നത്? ഭരണഭാഷങ്ങൾ എന്നെ ചുറ്റി വളഞ്ഞു, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. എന്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോഴൊക്കെ ദൈവം കെരൂബുകളെ വാഹനമാക്കി ആകാശം ചായ്ച്ചിറങ്ങി വന്ന് എന്നെ വിടുവിച്ചു. ദാവീദിനറിയാമായിരുന്നു എന്തിനാണ് ദാവീദിനെ ദൈവം വിളിപ്പിച്ചത്, എന്തിനാണ് ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തതെന്ന്. ദാവീദിന് വ്യക്തമായി ദൈവേഷ്ടത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടക്കുകയും ശക്തമായ അഭിഷേകം ലഭിക്കുകയും ചെയ്ത ദൈവത്തിന്റെ അളവറ്റ കൃപ നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടും ഭക്ഷണമില്ലാതെ നാബാലിന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വന്നു. ഇല്ലായ്മയിൽ കൂടി അവനെ ദൈവം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ദൈവത്തിന്റെ ഉദ്ദേശം, അതായത് ഇസ്രയേലിന് ഒരു രാജ്യത്വം ഉണ്ടാക്കി കൊടുക്കുവാൻ, ഇസ്രയേലിന് ശ്രേഷ്ഠമായ ഒരു ഭരണ സംഹിത ഉണ്ടാക്കി കൊടുക്കുവാൻ, ഒരു രാജ്യത്വത്തിന്റെ ഒരടിത്തറ ഇസ്രയേലിന് ഇടുവാൻ തക്കവണ്ണമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്റെ സന്തതിയിൽ കൂടി ഒരു രക്ഷകൻ ലോകത്തിന് വേണ്ടി, ഇസ്രയേലിന് മാത്രമല്ല ലോകത്തിന് വേണ്ടി ഒരു രക്ഷകൻ എന്റെ തലമുറയിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ള ഒരു ആത്മീയ അറിവ് പരിശുദ്ധാത്മാവിൽ ദൈവം തന്റെ ഉള്ളിൽ കൊടുത്തു. താനത് പ്രകടമാക്കിയിട്ടില്ലെങ്കിലും തന്റെ ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് തന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ ഉടനെ തന്നെ അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് 51 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ പുതുക്കണമേ, സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ ദാവീദ് ആഗ്രഹിച്ചില്ല. അതേപോലെ പുത്രനാം കർത്താവ് ക്രൂശിലെ മരണത്തോളം പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് അറിയാമായിരുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം ഇതാണ്, ഞാനത് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മാനവജാതി മുഴുവൻ എന്നിൽ കൂടി രക്ഷപ്പെടും. ദൈവത്തിന്റെ വേദനയിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ദിവസങ്ങൾ മനസ്സിലാക്കി ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് യാത്ര ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവവചനങ്ങൾ